നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് തൂങ്ങി മരിച്ചു. കാഞ്ഞങ്ങാട് കടപ്പുറം ബാവാനഗർ ഇല്യാസിലെ ഇബ്രാഹിമിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുക്ക് ചെയ്ത കാർ ലഭിച്ചില്ല. ഉപഭോക്തൃ കോടതിയിൽ നൽകിയ പരാതിയിൽ കാസർഗോഡ് സ്വദേശിക്ക് 29.10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉപഭോക്തൃ കോടതി വിധി. കാസർഗോഡ് കോടതിക്ക് 25 കോടി രൂപ ചിലവിൽ ബഹുനില കെട്ടിടമൊരുങ്ങുന്നു. 6 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. സൗത്ത് ഏഷ്യൻ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ശ്രേയയ്ക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. തങ്കയമുക്കിൽ നിന്ന് ഘോഷയാത്രയോടെയാണ് ടൗണിലേക്ക് സ്വീകരിച്ചത്. അരവത്ത് മട്ടേങ്ങാനം പൂബാണംകുഴി ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം 22 മുതൽ 27 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. മേൽപ്പാര കിഴക്കേക്കര ശ്രീ കനകത്തൂർ വയനാട്ടുകുലവൻ ദേവസ്ഥാന പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവത്തിനും തുടക്കമായി. വിവിധ ധാർമ്മിക കലാസാംസ്കാരിക പരിപാടികളോടെ 7 ദിവസങ്ങളിലായാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. വാർത്തകൾ വിശദമായി. ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് തൂങ്ങി മരിച്ചു. കാഞ്ഞങ്ങാട് കടപ്പുറം ബാവാനഗർ ഇല്യാസിലെ ഇബ്രാഹിമിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലയ്ക്ക് വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ മറിയത്തെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞങ്ങാട് കടപ്പുറം ബാവാനഗറിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് തൂങ്ങി മരിച്ച സംഭവം നാടിനെ നടുക്കി. ബാവാനഗർ ഇല്യാസിലെ ഇബ്രാഹിമാണ് ഭാര്യ മറിയത്തെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം തൂങ്ങി മരിച്ചത്. ഇന്ന് രാവിലെ വീടിന് സമീപത്തെ മരത്തിലാണ് ഇബ്രാഹിമിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലയ്ക്ക് വെട്ടേറ്റ ഭാര്യ മറിയത്തെ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ നില ഗുരുതരമായതിനാൽ ഉടൻ തന്നെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെയോടെയാണ് ഇബ്രാഹിമും ഭാര്യ മറിയവും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് തർക്കമുണ്ടായതെന്നാണ് കരുതുന്നത്. തർക്കം പിന്നീട് ദാരുണമായ കൊലപാതക ശ്രമത്തിലും ആത്മഹത്യയിലേക്കും കലാശിക്കുകയായിരുന്നു. ഹൊസ്ദുർഗ് പോലീസ് സ്ഥലത്തെത്തുകയും പ്രാഥമികാന്വേഷണം നടത്തുകയും ചെയ്തു. വിഷയത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബുക്ക് ചെയ്ത കാർ ലഭിച്ചില്ല. ഉപഭോക്തൃ കോടതിയിൽ നൽകിയ പരാതിയിൽ കാസർഗോഡ് സ്വദേശിക്ക് 29.10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉപഭോക്തൃ കോടതി വിധി. കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റേതാണ് വിധി. 9 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഹംസയ്ക്ക് അനുകൂലമായ അന്തിമ വിധി ഉണ്ടായത്. 2016 11.21 ലക്ഷം രൂപ നൽകി ബുക്ക് ചെയ്ത് കാർ ലഭിക്കാത്തതിനെ തുടർന്നാണ് ബേക്കൽ ഹദ്ദാദ് സ്വദേശിയും പ്രവാസിയുമായ ഹംസ കുന്നിലിന് 29,10,173 രൂപ നഷ്ടപരിഹാരം നൽകുവാൻ കാസർഗോഡ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനും തുടർന്ന് കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനും വിധിച്ചത്. 2016 പുറത്തിറങ്ങിയ മാരുതി സുസുക്കിയുടെ ബ്രസ വിത്താര കാറാണ് ഹംസ ബുക്ക് ചെയ്തത്. കാഞ്ഞങ്ങാട്ടെ പോപ്പുലർ കാർ ഷോറൂം വഴിയാണ് ബുക്കിംഗ് നടത്തിയത്. ബുക്കിംഗിന് പിന്നാലെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാർ ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാർ കൊണ്ടുവന്ന വഴിയിൽ അപകടത്തിൽപ്പെട്ടുവെന്നായിരുന്നു മറുപടി. പകരം പുതിയ കാർ ലഭിക്കുന്നതുവരെ 2% പലിശ നൽകാമെന്ന ഓഫർ നൽകിയെങ്കിലും ഹംസ അതിന് സമ്മതിച്ചില്ല. കാർ വാങ്ങുന്നതിനായി ഗൾഫിൽ നിന്നും പ്രത്യേകമായി നാട്ടിലെത്തിയതായും ഹംസ വ്യക്തമാക്കിയിരുന്നു. ജില്ലാ കമ്മീഷൻ വിധിക്കെതിരെ എതിർകക്ഷികൾ സംസ്ഥാന കമ്മീഷനെ സമീപിച്ചുവെങ്കിലും വിധി ശരിവെക്കുകയായിരുന്നു. 2014 ഡിസംബറിൽ ഞാൻ ഒരു ബ്രസ കാറിന് ബുക്ക് ചെയ്തത് കാഞ്ഞങ്ങാട് പോപ്പുലറിൽ. എനിക്ക് ഒരു 21 ദിവസത്തേക്ക് വണ്ടി തരുന്നുള്ളൊരു അഡ്വർടൈസ്മെന്റിലാണ് ഞാൻ പോയത്. അങ്ങനെ അവരോട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 21 ദിവസം തരാൻ പറ്റുമെങ്കിൽ മാത്രം ഏറ്റാൽ മതി, എനിക്ക് ഗൾഫിലാണ് ജോലി, എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ അവരൊക്കെ തരാമെന്ന് പറഞ്ഞ് ബുക്കിംഗ് സ്വീകരിച്ചു. ഞാനത് പ്രകാരം ബുക്കിംഗ് അഡ്വാൻസ് ആയിട്ട് 21,000 രൂപ കൊടുത്തു. എന്നിട്ടും കുറച്ച് നാൾ പിന്നെയും 21 ദിവസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് വണ്ടി കിട്ടാത്തപ്പോൾ ഞാൻ ഗൾഫോട് തിരിച്ചുപോയി അവരെന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞു വണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനാദ്യം ഫണ്ട് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ ഗൾഫിൽ തിരിച്ചു വന്ന് ബാങ്കിൽ പോയി ബാങ്കിൽ ലോൺ എടുത്ത് പിറ്റേ ദിവസം തന്നെ ബാങ്കിൽ ഇവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ഫണ്ട്. ഇത് കിട്ടാത്ത കാരണം പിന്നെ ഞാൻ ഷോറൂം പോയപ്പോൾ ഇവർ പറഞ്ഞു വണ്ടി ആക്സിഡൻ്റ് ആയിപ്പോയെന്ന് പറഞ്ഞു. വരുന്ന സമയത്ത് കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് ആക്സിഡൻ്റ് ആയി. അപ്രകാരം ഞാൻ എന്താ വെച്ചാൽ അവർ പോയി പറഞ്ഞു എനിക്ക് വണ്ടി നിങ്ങൾ തന്നതിന് വെച്ചാൽ എനിക്ക് നഷ്ടപരിഹാരം തരണമെന്ന് പറഞ്ഞു. ഞാൻ വന്നതിൻ്റെ എനിക്കൊരു വണ്ടി വേണ്ട. അപ്പോൾ അവർ പറഞ്ഞു നഷ്ടപരിഹാരം എനിക്ക് ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാസർഗോഡ് കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. കോടതി എനിക്ക് നഷ്ടപരിഹാരമായിട്ട് തരാൻ വേണ്ടി വിധിച്ചു. ആ വിധി പ്രകാരം ഇവർ അപ്പീൽ കോടതി പോയി തിരുവനന്തപുരത്ത്.
അപ്പീൽ കോടതിയും കീഴ്ക്കോടതി ശരിവെച്ച് എനിക്ക് അതേ എമൗണ്ട് തന്നെ തരാൻ വേണ്ടിയിട്ട് വെച്ചു. ഇപ്പോൾ 29,173,000 രൂപ എനിക്ക് തരാൻ വേണ്ടി കോടതി വെച്ച് 24,95,684 രൂപ ചെക്ക് എനിക്ക് തന്നു. ഇനിയും 10-ാം തീയതി കേസുണ്ട് 10/3. ബാക്കി തുകയും കൂടി കിട്ടാനുണ്ട്. 4,00,000 സംതിങ് ഒന്ന് കിട്ടാനുണ്ട്. അപ്പോൾ ഇനി 10-ാം തീയതിക്കുള്ള കേസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കോടതി എനിക്ക് നീതി തന്നതിന് വളരെ സന്തോഷമുണ്ട്. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചു. അത്ര തന്നെ. 5,000 രൂപ കോടതി ചെലവുൾപ്പെടെ 30 ദിവസത്തിനകം തുക നൽകാത്ത പക്ഷം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഉത്തരവ് നടപ്പിലാക്കുവാനുള്ള അവകാശം പരാതിക്കാരനുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. നഷ്ടപരിഹാര തുകയിൽ 25 ലക്ഷം രൂപ ഇതിനകം ഹംസയുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ചു കഴിഞ്ഞു. ബാക്കി തുക കോടതി നിശ്ചയിച്ചിരിക്കുന്ന അടുത്ത രീതിയിൽ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഷുക്കൂറാണ് കേസിൽ വാദിഭാഗത്തിനു വേണ്ടി ഹാജരായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കോടതിക്ക് 25 കോടി രൂപ ചിലവിൽ ബഹുനില കെട്ടിടമൊരുങ്ങുന്നു. 6 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി 18 മാസത്തിനകം പൂർത്തിയാക്കും. സ്ഥലപരിമിതിയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും മൂലം ഏറെക്കാലമായി ബുദ്ധിമുട്ട് നേരിടുന്ന കാസർഗോഡ് കോടതിക്ക് ആശ്വാസമായി പുതിയ ബഹുനില കോടതി സമുച്ചയം ഒരുങ്ങുന്നു. 25 കോടി രൂപ ചെലവിൽ 57,167 ചതുരശ്രയടി വിസ്തീർണത്തിൽ 6 നിലകളിലായി പണിയുന്ന ആധുനിക സൗകര്യത്തോടെയുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം 18 മാസത്തിനകം പൂർത്തിയാക്കുമെന്നാണ് വിവരം. പുതിയ കെട്ടിടം പണിയുടെ മുന്നോടിയായി 110 kV വൈദ്യുതി ലൈൻ 14 ലക്ഷം രൂപയോളം ചെലവിൽ 4 മാസം മുൻപ് തന്നെ മാറ്റിയിരുന്നു. കേസുകളുടെ വർധനവും ആളുകളുടെ തിരക്കും മൂലം വിവിധ കോടതികൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ജീവനക്കാരും ജനങ്ങളും അഭിഭാഷകരും പോലീസുകാരും ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചു വരികയായിരുന്നു. ഓഫീസുകളുടെ ഉൾവശം ഏറെയും വിവിധ ഫയലുകൾ സൂക്ഷിക്കുന്ന അലമാരകളായതിനാൽ ജീവനക്കാർക്ക് നിന്ന് തിരിയുവാൻ ഇടമില്ലാത്ത അവസ്ഥയാണുള്ളത്. നിലവിലുള്ള കെട്ടിടത്തിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും 3 അഡീഷണൽ സെഷൻസ് കോടതിയും മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണലും പോക്സോ സ്പെഷ്യൽ കോടതിയും അസിസ്റ്റന്റ് സെഷൻസ് കോടതിയും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയും 2 മജിസ്ട്രേറ്റ് കോടതിയും മുൻസിഫ് കോടതിയുമാണ് പ്രവർത്തിക്കുന്നത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലും മാത്രമാണ് അഭിഭാഷകർക്കും പൊതുജനങ്ങൾക്കും ഇരിക്കുവാൻ അല്പമെങ്കിലും മെച്ചപ്പെട്ട സൗകര്യമുള്ളത്. ബാർ അസോസിയേഷൻ പ്രവർത്തിക്കുന്നതും ചെറിയൊരു മുറിയിലാണ്. പൊതുജനങ്ങൾക്ക് ആവശ്യമായ ശൗചാലയങ്ങളും ഇവിടെ പരിമിതമാണ്. ബഹുനില കെട്ടിടം വരുന്നതോടെ വിശാലമായ കോടതി മുറികൾ, ആധുനിക ഓഫീസ് സംവിധാനങ്ങൾ, അഭിഭാഷകർക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുവാൻ സാധിക്കും. കോടതി പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുവാനും നീതിന്യായ സംവിധാനത്തിന് കൂടുതൽ ഉണർവ് നൽകുവാനും ഇതുവഴി സാധിക്കും. ചെങ്കള മാസ്തിക്കുണ്ടിലെ MA മുഹമ്മദ് ഷാഫിയാണ് കെട്ടിടത്തിന്റെ കരാറുകാരൻ. 18 മാസത്തിനകം പണി പൂർത്തിയാക്കുമെന്ന് മുഹമ്മദ് ഷാഫി പറഞ്ഞു. നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബ കോടതിക്കായുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണവും വിദ്യാനഗറിൽ പൂർത്തിയായി വരുന്നുണ്ട്. 21 രാവിലെ 10:30 ഹൈക്കോടതി ജഡ്ജി ഡോക്ടർ ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് കോടതി കെട്ടിടത്തിന് തറക്കല്ലിടും. പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജി സാനു എസ് പണിക്കർ അധ്യക്ഷത വഹിക്കും. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് AA സിയാദ് റഹ്മാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. രാജ്മോഹൻ ഉണ്ണിത്താനി MP, NA നെല്ലിക്കുന്ന് MLA തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സൗത്ത് ഏഷ്യൻ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ശ്രേയയ്ക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. തങ്കയമുക്കിൽ നിന്ന് ജനപ്രതിനിധികളും കായിക സംഘാടകരും നാട്ടുകാരും ഘോഷയാത്രയോടെയാണ് ടൗണിലേക്ക് സ്വീകരിച്ചത്.
ശ്രീലങ്കയിലെ കൊളംബോയിൽ നടന്ന സൗത്ത് ഏഷ്യൻ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ വലിയപറമ്പ് സ്വദേശി കെ ശ്രേയയ്ക്ക് കാസർഗോഡ് ജില്ലാ സെപക് താക്രോ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. തങ്കയംമുക്കിൽ നിന്നും ജനപ്രതിനിധികളും കായിക സംഘാടകരും നാട്ടുകാരും ഘോഷയാത്രയോടെയാണ് ടൗണിലേക്ക് സ്വീകരിച്ചത്. സംസ്ഥാന ദേശീയ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പുകളിൽ വിവിധ കാറ്റഗറികളിലായി 14 മത്സരങ്ങളിൽ ഇതിനകം കളിച്ച ശ്രേയ ദേശീയ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിൽ സീനിയർ സെപക് താക്രോ ഡബിൾ ഈവന്റിൽ സ്വർണം നേടിയിരുന്നു. ദേശീയ ജൂനിയർ ചാമ്പ്യൻഷിപ്പിലും സീനിയർ ചാമ്പ്യൻഷിപ്പിലും 2 തവണ വീതം വെങ്കല മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്. വലിയപറമ്പ് സെൻട്രലിലെ വ്യാപാരിയായ KV ബാബുവിന്റെയും K സ്മിതയുടെയും മൂത്ത മകളായ ശ്രേയ പയ്യന്നൂർ കോളേജിൽ ബോട്ടണിയിൽ ബിരുദാനന്തര ബിരുദം 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. 8 വർഷമായി സെപക് താക്രോയിൽ സജീവമാണ്. അന്തർദേശീയ തലത്തിലുള്ള നേട്ടം സ്വന്തമാക്കിയ ശ്രേയ മലയാളികൾക്ക് തന്നെ അഭിമാനമായി മാറി. തൃക്കരിപ്പൂരിലെത്തിയ ശ്രേയയെ തുറന്ന വാഹനത്തിൽ തങ്കയമുക്കിൽ നിന്നും വാദ്യമേളങ്ങളും മുത്തുകുടകളുമായി ജനപ്രതിനിധികളും കായിക മേഖലയിലെ സംഘാടകരും നാട്ടുകാരും കായിക താരങ്ങളും ചേർന്ന് ആനയിച്ചു. തുടർന്ന് തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന അനുമോദന ചടങ്ങ് സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സെപക് താക്രോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം K മധുസൂദനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M സുനിത, KU രാമദാസ്, ശ്രേയയുടെ പരിശീലകനും അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ KV ബാബു മാസ്റ്റർ, ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് A അച്യുതൻ മാസ്റ്റർ, ടെന്നിക്കോയ്റ്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി TV ബിജു മാസ്റ്റർ, MTP ബഷീർ, PV പ്രീത എന്നിവർ സംസാരിച്ചു. കളിക്കുന്നതാണ് നമ്മൾ വോളിബോളിന് പകരം എന്ത് ചെയ്യുന്നു, അത് ഷൂട്ട് ചെയ്യുന്നു, അങ്ങനെ ഒരു മത്സരമാണ് സെപക് താക്രോ മത്സരം. അതിൽ നമ്മുടെ മറ്റ് രാജ്യങ്ങളിലെ 7ഓളം രാജ്യങ്ങളിലെ മത്സരാർത്ഥികളോട് മത്സരിക്കുകയും അതിൽ സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്തത് ചെറിയ നേട്ടമല്ല, അത് വലിയ നേട്ടമാണ്. ആ നേട്ടത്തെ ഏറ്റവും നന്നായി പ്രതികരിച്ച ഒരു ജനമാണ് നാട്ടുകാരാണ് നമ്മുടെ തൃക്കരിപ്പൂരിൽ. ഞങ്ങൾക്ക് വളരെ പെട്ടെന്നാണ് ഈ കുട്ടി വരുന്ന വിവരം പറയുന്നത്, പെട്ടെന്നാണ് സംഘടിപ്പിച്ചത്. ഇത്രയും ഭംഗിയായി തങ്കയമുഖിലാണ് ആനയിച്ചു കൊണ്ടുവന്നു. അത് തുറന്ന ജീപ്പിലാണ്. ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. അരവത്ത് മട്ടേങ്ങാനം പൂവാണംകുഴി ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം 22 മുതൽ 27 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ദേശം 2 കോടിയോളം രൂപ ചിലവഴിച്ച് പുനർനിർമ്മാണം പൂർത്തിയാക്കി നടത്തുന്ന ബ്രഹ്മകലശോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം, ആചാര്യ സംഗമം, കർഷക സംഗമം, വനിതാ സംഗമം, മാതൃവന്ദനം, പ്രവാസി സംഗമം, സർവമത സമ്മേളനം, ആധ്യാത്മിക സമ്മേളനം, വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടായിരിക്കുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. അരവത്ത് മട്ടേങ്ങാനം കഴകം ശ്രീ പൂവാണംകുഴി ക്ഷേത്രത്തിൽ ഈ വരുന്ന ഫെബ്രുവരി 22 മുതൽ 27 വരെ ബ്രഹ്മകലശം നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് രാവിലെ 8:55 മുതൽ 9:55 വരെ കന്നിക്കലവറ നടക്കുകയും അത് കഴിഞ്ഞാൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നും 10-11 പ്രാദേശിക കമ്മിറ്റി ഉണ്ട്. പ്രാദേശിക കമ്മിറ്റിയുടെയും ഒരു 10-20ഓളം കലവറ ഘോഷയാത്ര നടക്കുകയാണ്. ഉച്ചയ്ക്ക് 3 മണിക്ക് സാംസ്കാരിക സമ്മേളനം, അത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി അവരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിക്ക് ആചാര്യ വരവേൽപ്പ്, KU പത്മനാഭതന്ത്രി അരവത്ത് അവരുടെ പൂർണ്ണ കുംഭത്തോടുകൂടി ക്ഷേത്രത്തിൽ ആനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി കലശം തുടക്കം കുറിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട ആളുകളുണ്ട്, അവർ സംസാരിക്കും. എന്നിരുന്നെങ്കിലും ഇത്തരം പരിപാടികൾ ഒരു 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിലേക്ക് ഒരുപാട് ഭക്തജനങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. കണ്ണൂർ മുതൽ തലപ്പാടി വരെയുള്ള ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. തീർച്ചയായും അവർക്ക് വേണ്ടുന്ന നല്ല രീതിയിലുള്ള അന്നദാനം, വിഷരഹിത പച്ചക്കറി കൃഷി നമ്മൾ തന്നെ ഇറക്കിയിട്ടുണ്ട്. അതിന് വേണ്ടുന്ന നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, അന്നദാനം കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് വരുന്ന 27-ന് പ്രതിഷ്ഠാ ദിനമാണ്. 27-ന് രാവിലെ 11:15 മുതൽ 11:35 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടക്കും. ഈ പ്രതിഷ്ഠ തൃക്കണ്ണാടപ്പൻ്റെതും അതുപോലെ തന്നെ ചൂളിയാറ് ഭഗവതി, പടവരം ദൈവം, മൂവാളംകുഴി ചാമുണ്ഡിയമ്മ, അതുപോലെ തന്നെ വിഷ്ണുമൂർത്തി, ഈ 5 ദൈവത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുകയാണ്.
ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ ശിവരാമൻ മേസ്ത്രി, ജനറൽ കൺവീനർ രാഘവൻ തച്ചങ്ങാട്, ചീഫ് കോർഡിനേറ്റർ അശോകൻ പതിക്കാൽ, അശോക് കുമാർ തോക്കാനംമൊട്ട, ട്രഷറർ സമാജ് ബാബു, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ചന്ദ്രൻ തച്ചങ്ങാട്, മീഡിയ കമ്മിറ്റി ചെയർമാൻ മാധവൻ പാക്കം, കൺവീനർ മഹേഷ് തച്ചങ്ങാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മേൽബാര കിഴക്കേക്കര ശ്രീ കനകത്തൂർ വയനാട്ടുകുലവൻ ദേവസ്ഥാന പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവത്തിനും തുടക്കമായി. വിവിധ ധാർമ്മിക കലാ സാംസ്കാരിക പരിപാടികളോടെ 7 ദിവസങ്ങളിലായാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. മേൽബാര കിഴക്കേക്കര ശ്രീ കനകത്തൂർ നാൽവർ വയനാട്ടുകുലം ദേവസ്ഥാനത്തിൻ്റെ കലശാട്ട് മഹോത്സവമാണ് ഈ വരുന്ന ഫെബ്രുവരി 19 മുതൽ 25 വരെ. അതിൻ്റെ ഭാഗമായിട്ട് 20-ന് കലവറ ഘോഷയാത്ര, അതേപോലെ തന്നെ ആചാര്യ വരവേൽപ്പ്, അതേപോലെ തന്നെ 22-നാണ് നമ്മുടെ രാവിലെ 9:44 മുതൽ 11:33 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ അതിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾ. തുടർന്ന് 23-ന് പുത്തരി കൊടുക്കൽ, 24, 25 തീയതികളിൽ കളിയാട്ട മഹോത്സവം. അതിപുരാതനമായ കാലഘട്ടത്തിൽ ഏകദേശം 150 വർഷം മുമ്പ് മേൽബാരയിലേക്ക് എടയാട്ടിൽ നിന്ന് വന്ന ഒരു സങ്കല്പമാണ് ഇത് ശ്രീ കനകത്തൂർ നാൽവർ. അതിനു മുമ്പേ ശ്രീ വയനാട്ടുകുലവൻ പേറയിൽ തറവാടുമായി ബന്ധപ്പെട്ടിട്ട് വന്നതാണ്. ഇപ്പോൾ ഏകദേശം ഇതിനു മുമ്പത്തെ ക്ഷേത്രം ഏകദേശം 78 വർഷത്തോളമായി. അതിനെ പൊളിച്ച് പുതുക്കി പണിതാണ് ഇപ്പോൾ. അപ്പോൾ ഈ 1 വർഷത്തിനകത്താണ് ഇത് 70 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ട് നിർമ്മിച്ചത്. അതേപോലെ തന്നെ ഈ മഹോത്സവത്തിന് വലിയൊരു ആൾക്കൂട്ടവും, അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ വേണ്ടി നമ്മുടെ ഈ ആഘോഷ കമ്മിറ്റി, അതേപോലെ തന്നെ നിർമ്മാണ കമ്മിറ്റി, അതേപോലെ തന്നെ തറവാട് കമ്മിറ്റിയും ഇതാക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾക്ക് വിവിധ തരം പരിപാടികളുണ്ട്. വലിയ ഒരു സമൂഹ നോമ്പേറ നമ്മുടെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 24, 25 2 ദിവസങ്ങളിലാണ് ഈ തെയ്യം നടക്കുന്നത്. ഈ തെയ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ത് പറഞ്ഞെങ്കിൽ കാനത്തൂർ മാത്രം കണ്ടുവരുന്ന ഒരു തെയ്യമാണ്. അതായത് ഉത്തര മലബാറിലെ പാലക്കുന്ന് ക്ഷേത്രത്തിൻ്റെ പരിധിയിൽ വരുന്ന മേൽബാര എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേ ആ തെയ്യം പുറത്തുള്ളൂ. നമ്മുടെ 3 പഞ്ചായത്ത് കൂടിയ ചെമ്മനാട്, ഉദുമ, പള്ളിക്കര കൂടിയ 3 പഞ്ചായത്ത് കൂടുന്ന പാലക്കുന്ന് കഴകത്തിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ഈ മേൽബാരയിൽ മാത്രമേ ഈ കനകത്തൂർ നാൽവർ എന്ന് പറയുന്ന തെയ്യം വേറെയുള്ളൂ, കാനത്തൂർ കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു തെയ്യമാണ് ഈ കളിയാട്ടത്തോട് കൂടിയിട്ട് അരങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ നേരത്തെ കൺവീനർ പറഞ്ഞ മാതിരി 78 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ആ ക്ഷേത്രം പൊളിച്ച് കെട്ടിയിട്ട് വീണ്ടും തെയ്യം ഇതാക്കുന്നത്. അപ്പോൾ അത് വലിയൊരു മതസൗഹാർദ്ദത്തിൻ്റെ നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് സംഘാടകർ ശ്രമിച്ചുകൊള്ളുന്നത്. തിലകരാജൻ മാങ്ങാട്, സുനിൽകുമാർ മൂലയിൽ, സുധാകരൻ വടക്കേ വീട്, ഷിബു കടവംകാനം, മുരളി പെരുമ്പള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗോസാഡ ശ്രീ മഹിഷമർദ്ദിനി ക്ഷേത്രത്തിൽ നടക്കാനിരിക്കുന്ന മൂടപ്പ സേവയുടെയും ചണ്ഡികായാഗത്തിനായുമുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. പ്രദേശത്തെ പ്രമുഖ വ്യക്തികളും നിരവധി ഭക്തരും യോഗത്തിൽ പങ്കെടുത്തു. കുമ്പടാജെ ഗ്രാമത്തിലെ ഗ്രാമദേവതയായ ഗോസാഡ ശ്രീ മഹിഷമർദ്ദിനി ദേവിയുടെ സന്നിധാനത്തിൽ ഈ വരുന്ന മെയ് 5, 6 തീയതികളിൽ ബ്രഹ്മശ്രീ വോർക്കാടി ഗണേശ് തന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രത്യേക മൂടപ്പ സേവയും ചണ്ഡികായാഗവും വിജയകരമായി നടത്തുന്നതിനായി ക്ഷേത്രത്തിൽ ഗ്രാമപരിസരങ്ങളിലെ ഭക്തജനങ്ങളുടെ പ്രത്യേക യോഗം ചേർന്നു. യോഗത്തിൽ ശ്രീക്ഷേത്ര സേവാ സമിതിയുടെ പ്രസിഡന്റ് അനന്തഭട്ട് കുറുമുച്ചി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സന്നിഹിതനായിരുന്ന ഗോസാഡ സ്വദേശിയും അകൽപ്പാടി ശ്രീ ദുർഗാപരമേശ്വരി ക്ഷേത്രത്തിൻ്റെ തന്ത്രിവര്യനുമായ ശങ്കരനാരായണ ശർമ്മ സംസാരിച്ചു. ക്ഷേത്രത്തിൽ അപൂർവമായി നടക്കുന്ന മൂടപ്പ സേവയുടെ മഹത്വം അദ്ദേഹം വിശദീകരിച്ച് പരിപാടിയെ അഭിനന്ദിച്ചു. മുഖ്യാതിഥിയായി എത്തിയ എം സഞ്ജീവ ഷെട്ടി മൊട്ടക്കുഞ്ചെ സംസാരിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ഇത്തരത്തിലുള്ള ധാർമ്മിക പരിപാടികൾ ക്ഷേത്രത്തിൽ നടത്തുന്നതിലൂടെ ക്ഷേത്രത്തിൻ്റെ പവിത്രതയും സാന്നിധ്യവും കൂടുതൽ ഉയർന്ന നിലയിലെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാധ്യമപ്രവർത്തകനും ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി പദ്ധതി ജനജാഗൃതി വേദി കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റും കൂടിയായ അഖിലേഷ് നഗുമുഖം സംസാരിച്ചു. ക്ഷേത്രത്തിൻ്റെ സഭാഭവനത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശ്രീക്ഷേത്ര ധർമ്മസ്ഥലത്തെ സന്ദർശിച്ച് പൂജ്യ ധർമാധികാരികളുടെ അനുഗ്രഹം തേടാവുന്നതാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു.
യോഗത്തിൽ ഗോസാഡ ക്ഷേത്രത്തിന്റെ പാരമ്പര്യ ട്രസ്റ്റി ശ്രീനിവാസ അമ്മണ്ണായ പാവൂർ, ധാർമ്മിക പ്രവർത്തകനും വ്യവസായിയുമായ എസ്.എൻ. മയ്യ ബദിയെടുക്ക, സത്യമൂർത്തി അമ്മണ്ണായ പാവൂർ, ഐത്തപ്പ മൗവാർ, ഗംഗാധരറായി മൗവാർ, കെ ബാലകൃഷ്ണ എത്തെടുക്ക, രാധാകൃഷ്ണ നായർ പാവൂർ മൂല, പ്രസാദ് മണിയാണി ഗോസാഡ തുടങ്ങിയവരും ഗ്രാമപരിസരങ്ങളിലെ നിരവധി ഭക്തജനങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ക്ഷേത്ര സേവാ സമിതിയുടെ ഉപാധ്യക്ഷൻ പ്രഭാകര റായി മടതമൂല ആമുഖ പ്രസംഗം നടത്തി. ജനറൽ സെക്രട്ടറി രവീന്ദ്ര റായ് ഗോസാഡ സ്വാഗതം അറിയിച്ചു. സദാശിവ റായ് ഗോസാഡ നന്ദി പറഞ്ഞു. ഗോസാഡ ക്ഷേത്രത്തിൽ അപൂർവമായി നടക്കുന്ന ശ്രീ മൂടപ്പ സേവയും ചണ്ഡികായാഗവും വിജയകരമാക്കുന്നതിനായി ക്ഷേത്ര സേവാ സമിതിയോടൊപ്പം പ്രവർത്തിക്കുവാൻ പ്രത്യേക ഉപദേശക സമിതി രൂപീകരിച്ചു. സഞ്ജീവ ഷെട്ടി മൊട്ടക്കുഞ്ച, ഐത്തപ്പ മൗവാർ, എസ്.എൻ. മയ്യ ബദിയെടുക്ക, കെ ബാലകൃഷ്ണ എത്തെടുക്ക, സീതാറാം റായി മുദ്രകൊളഞ്ചി, സുദാമ ഗോസാഡ, ഗംഗാധർ റായി മൗവാർ, അമൃതരാജ് റായി, വാണി പ്രസാദ് പാവൂർ എന്നിവരെ ഉപദേശക സമിതി അംഗങ്ങളായി ഏകകണ്ഠേന തിരഞ്ഞെടുത്തു. പരിപാടിയുടെ വിജയത്തിനായി സമർപ്പണ ഭാവത്തോടെ പ്രവർത്തിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ಏನಂತ ಹೇಳಿದ್ರೆ ಈ ಕ್ಷೇತ್ರದಲ್ಲಿ ಒಂದು ಮುಡಪ ಸೇವೆ ಮಾಡುವ ವೃತ್ತ. ಮುಡಪ ಸೇವೆ ಎಲ್ಲ ದೇವಸ್ಥಾನಗಳಲ್ಲಿ ಆಗುವುದಿಲ್ಲ. ಗಣಪತಿ ಪ್ರಧಾನವಾಗಿರುವಂತಹ ದೇವಸ್ಥಾನದಲ್ಲಿ ಮುಡಪ ಸೇವೆ ಮಾಡ್ತಾರೆ. ಈಗ ಮಧುರೆಯಲ್ಲಿ 3 ಸಲ ಮುಡಪ ಸೇವೆ ಆಯಿತು. 2 ಬಾರಿ ನಾನು ಹೋಗಿದ್ದೇನೆ ಮುಡಪ ಸೇವೆಗೆ. ಸುರುವಿಗೆ ಮುಡಪ ಸೇವೆ ಆಗುವಾಗ ನಾನು ಅಗರ್ಪಾಡಿ ಶಾಲೆಗೆ ಅಧ್ಯಾಪಕರಾಗಿ ಸೇರಿದ ವರ್ಷ. ಆ ವರ್ಷ ಮಕ್ಕಳನ್ನೆಲ್ಲ ವಾಲಂಟಿಯರ್ಸ್ ಆಗಿ ಕರೆದುಕೊಂಡು ಅಲ್ಲಿಗೆ ಹೋಗಿ ತಲುಪಿಸಿ ವಾಪಸ್ ಅವರನ್ನು ಕರೆದುಕೊಳ್ಳುವಂತಹ ಜವಾಬ್ದಾರಿಯನ್ನು ನನಗೆ ಕೊಟ್ಟಿದ್ರಾಯ್ತು ಹೆಡ್ ಮಾಸ್ಟರ್. ನಾನು ಮಕ್ಕಳನ್ನೆಲ್ಲ ಕರ್ಕೊಂಡು ಹೋಗಿದ್ದೇನೆ ಆ ದಿವಸ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2026-27 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണത്തിനായി കാസർഗോഡ് നഗരസഭാ വികസന സെമിനാർ സംഘടിപ്പിച്ചു. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2026-27 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണത്തിനായി കാസർഗോഡ് നഗരസഭാ വികസന സെമിനാർ സംഘടിപ്പിച്ചു. നെല്ലിക്കുന്ന് MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ മറികടന്ന് ജനങ്ങളെ രക്ഷിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ നായ്ക്കളുടെ ശല്യം പോലെ തന്നെയാണ് നമ്മുടെ വന്യജീവികളുടെ ശല്യം. നമ്മളിപ്പോൾ വനപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ സഹോദരന്മാർ ഈ വന്യജീവികളുടെ ശല്യം എത്രമാത്രം രൂക്ഷമായി അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നഗരത്തിലെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം ശല്യങ്ങൾ ഇല്ല എങ്കിലും പ്രിയപ്പെട്ട സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നായ്ക്കളുടെ ശല്യം ഒരുപാട് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് എന്നത് തീർച്ചയായും ഈ നഗരത്തിൽ അധിവസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നം തീർച്ചയായും നമുക്ക് വളരെ നന്നായി കൈകാര്യം ചെയ്യണം. ഇന്നത്തെ ഈ യോഗത്തിൽ നമ്മൾ ചർച്ചക്കെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം അത് എന്നത് കൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചെയർപേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈ കാസർഗോഡ് നഗരത്തിൽ അധിവസിക്കുന്ന ഞാനും നിങ്ങളും ഇന്നിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നത് നമ്മുടെ നഗരത്തിൽ നമ്മൾ ഇന്ന് അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്കാണ്. വരാനിരിക്കുന്ന നാളുകളിൽ അത് കൂടുതൽ വർദ്ധിക്കും. ഇപ്പോൾ റംസാൻ നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. റംസാൻ ആയാൽ ആ ഗതാഗതക്കുരുക്ക് കൂടുതൽ രൂക്ഷമാകും. എല്ലാ റംസാനിലും എല്ലാ വിഷു വരുമ്പോഴും എല്ലാ ഓണം വരുമ്പോഴും നമ്മളൊക്കെ ആലോചിക്കുന്ന നമ്മളൊക്കെ ചിന്തിക്കുന്ന പ്രശ്നമാണ് ഇത് എങ്ങനെ പരിഹരിക്കും എന്നതിനെക്കുറിച്ച്. അപ്പോൾ പുതിയ ഭരണസമിതി ഇവിടെ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ഭരണസമിതിയുടെ മുമ്പാകെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് എന്നതുകൂടി ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി വൈസ് ചെയർപേഴ്സൺ അബ്ദുൽ-റഹിമാൻ മുഖ്യപ്രഭാഷണം നടത്തുകയും വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ സമീന മുജീബ് കരട് രേഖ അവതരിപ്പിക്കുകയും ചെയ്തു. വൈസ് ചെയർപേഴ്സൺ KM ഹനീഫ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഹമീദ് ബെദിര, മെഹറുനിസ ഹമീദ്, ജാഫർ കമാൽ, വിദ്യാശ്രീ, മുൻ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം, ടി മുക്താർ, AM കടവത്ത്, KM അബ്ദുൽ-റഹിമാൻ, കൗൺസിലർമാരായ ശാരദ, അനിൽ ചെന്നിക്കര, സെക്രട്ടറി നൌഷാദ് എഞ്ചിനീയർ ആന്റണി M വട്ടോളി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാണത്തൂർ മഞ്ഞടുക്കം ശ്രീ തുളൂർ വനത്ത് ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. ഫെബ്രുവരി 23 വരെയാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. പാണത്തൂർ മഞ്ഞടുക്കം തുളൂർവനത്ത് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി.
മഹോത്സവത്തിന്റെ 3ാം കളിയാട്ട ദിനത്തിൽ ഇരുദൈവങ്ങളും പൊറാട്ടും മാഞ്ഞാലമ്മാദേവിയും ഒളിമകളും കിളിമകളും മാഞ്ചേരി മുത്തപ്പനും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നാട്ടുകാരുടെ കലശവും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് 3ാം കളിയാട്ട ദിനത്തിൽ മഹോത്സവം ദർശിക്കുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. അടോട്ട് മൂത്തേടത്ത് കുതിര് പഴയസ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തുനിന്ന് പൂക്കാർ സംഘം മടിയൻ ക്ഷേത്രപാലകനെ വണങ്ങി പാണത്തൂർ മഞ്ഞടുക്കം തുളൂർ വനത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. കളിയാട്ടം സമാപിക്കുന്നതുവരെ തുളൂർ വനത്ത് ക്ഷേത്രത്തിൽ തങ്ങുന്ന സംഘം ഫെബ്രുവരി 23-ന് മടങ്ങിയെത്തും. കിഴക്കൂലം എന്നറിയപ്പെടുന്ന പാണത്തൂർ മഞ്ഞടുക്കം ശ്രീ തുളുർവനത്ത് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിൽ കലശങ്ങൾ അലങ്കരിക്കുന്നതിനുള്ള ചെക്കിപ്പൂക്കളുമായി അടോട്ട് മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് നിന്ന് പൂക്കാർ സംഘം മടിയൻ ക്ഷേത്രപാലകരെ വണങ്ങി പാണത്തൂർ മഞ്ഞടുക്കം തുളുർവനത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. കിഴക്കൂലത്തെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായ അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം നമ്മൾ ഇവിടുന്ന് പൂക്കാറ് പോകേണ്ട ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് വേണ്ടിയിട്ട് ഇവിടുന്ന് പുറപ്പെടുന്ന എല്ലാ ആചാരസ്ഥാനികന്മാർക്കും അതിൻ്റെ ബാല്യക്കാർക്കും കഞ്ഞി കുടിക്കാനുള്ള ഒരു അരി കിഴക്കൂലത്തുനിന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് കൊടുത്തയക്കും. അതുകൂടാതെ ഇവിടുന്ന് എല്ലാവരും കയ്യാൽ വാങ്ങിയ അരി ഇവിടെ സംഭാവന ചെയ്തുകൊണ്ട് വൈകുന്നേരം എല്ലാവർക്കും ഈ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ചെറിയൊരു രീതിയിൽ കഞ്ഞി കൊടുത്തിട്ട് അവരെ ഭംഗിയായി ഈ പൂക്കാർ സംഘത്തെ കിഴക്കൂലത്തേക്ക് കാൽനടയായി അയക്കുക എന്നുള്ള ഒരു ചടങ്ങാണ്. കിഴക്കൂലം എന്നറിയപ്പെടുന്ന മഞ്ഞടുക്കം തുളുവനത്ത് ഭഗവതി ക്ഷേത്രം അടോട്ട് മൂത്തേടത്ത് ഒരു പഴയ സ്ഥാനവും തമ്മിൽ ദൈവികമായ ഒരു ബന്ധമുണ്ട്. അത് ചരിത്രം നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ കളിയാട്ടം നടക്കുമ്പോൾ നമ്മുടെ വകയായി അവിടെ ഒരു കലശം എഴുന്നള്ളിക്കുക എന്നുള്ള ചടങ്ങുണ്ട്. ആ കലശം എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി കലശം ചമയിക്കാനുള്ള ചെക്കിപ്പൂ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ സംഭരിച്ചുകൊണ്ട് അത് നേരത്തെ അത് ചടങ്ങ് പ്രകാരം ഒരു കൊട്ടയിലാക്കി കെട്ടി മുൻപ് നിശ്ചയിച്ച ഒരു വ്യക്തിയെ കൊണ്ട് കാൽനടയായി നടന്ന് അത് കിഴക്കൂലത്തേക്ക് എത്തിക്കുക എന്നുള്ള ചടങ്ങിൻ്റെ പ്രാരംഭമാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര ആചാരസ്ഥാനികരും കൂട്ടായിക്കാരും ബാല്യക്കാരും മറ്റുള്ളവരും കിഴക്കോലത്തു നിന്ന് നൽകിയ ഒരു വിഹിതം അരിയും ഭക്തജനങ്ങൾക്ക് അടോട്ട് പ്രദേശത്ത് നിന്ന് നേർച്ചയായി കൊണ്ടുവന്ന അരിയും ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയ കഞ്ഞിയും ചക്കയും പയറും ചേർത്ത കറിയും അടങ്ങിയ പൂക്കാർ കഞ്ഞി കുടിച്ച ശേഷമാണ് സംഘം പുറപ്പെട്ടത്. തുടർന്ന് ഭക്തജനങ്ങൾക്കും പൂക്കാർ കഞ്ഞിയും കറിയും വിതരണം ചെയ്തു. നിരവധി ഭക്തജനങ്ങളാണ് പൂക്കാർ കഞ്ഞിക്കായും സംഘം യാത്ര പുറപ്പെടുന്നത് ദർശിക്കാനായും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. പച്ചത്തെങ്ങോല കൊണ്ട് മെടഞ്ഞു തയ്യാറാക്കിയ പൂക്കോട്ടയിൽ ചെക്കിപ്പൂവ് നിറച്ച് പ്രത്യേകമായി നിയോഗിക്കപ്പെടുന്ന ബാല്യക്കാരനാണ് പൂക്കോട്ട തലയിലേന്തി നടക്കുന്നത്. വേലാശ്വരം ഇടപ്പണിയിലെ അനിലിനാണ് ഇപ്രാവശ്യം ഈ പുണ്യപ്രവൃത്തി ഏറ്റെടുക്കാനുള്ള നിയോഗം ലഭിച്ചത്. ഇവരോടൊപ്പം ആചാരസ്ഥാനികരും കൂട്ടായിക്കാരും ബാല്യക്കാരും ഒത്തുചേർന്ന് പരമ്പരാഗതമായി ചെയ്തുവരുന്ന പുണ്യകർമ്മം ഇന്നും തുടരുന്നു. അടോട്ട് ചെറാക്കോട്ട് തറവാട്ടിൽ 18 ദിവസത്തോളം വ്രതമെടുത്ത മനസ്സും ശരീരവും ഒരുപോലെ അർപ്പണബോധത്തോടെ സമർപ്പിച്ച മൂത്തേടത്ത് കലശക്കാരനാണ് കിഴക്കൂലോത്ത് കലശം എഴുന്നള്ളിക്കുക. ഇത് പൂർവിക കാലം മുതൽ നിലനിൽക്കുന്ന ആചാര സമ്പ്രദായമാണ്.
പരമ്പരാഗത പാതയിലൂടെ യാത്ര ചെയ്ത് കാവുകളിലെയും ക്ഷേത്രങ്ങളിലെയും ഉപചാരം ഏറ്റുവാങ്ങി കിലോമീറ്ററുകൾ താണ്ടി കാൽനടയായി യാത്ര തുടർന്ന സംഘം വിവിധ തറവാടുകളിലും ദേവസ്ഥാനങ്ങളിലും തങ്ങിയ ശേഷം വ്യാഴാഴ്ച വൈകിട്ട് പാണത്തൂർ മഞ്ഞടുക്കം തുളുർവനത്ത് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കിഴക്കൂലോത്തെത്തിയതിനു ശേഷം കലശം അലങ്കരിക്കുന്നതിന് ആവശ്യമായ കവുങ്ങിൻ പൂക്കുലകൾ ശേഖരിക്കാൻ സംഘം പുറപ്പെടും. 6ാം കളിയാട്ട ദിവസം രാത്രിയും 8ാം കളിയാട്ട ദിവസം പകലുമാണ് കലശം എഴുന്നള്ളിക്കുന്നത്. കളിയാട്ടം സമാപിക്കുന്നതുവരെ തുളൂർവനത്ത് ക്ഷേത്രത്തിൽ തങ്ങുന്ന സംഘം ഫെബ്രുവരി 23-ന് മടങ്ങിയെത്തും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം അതിയാമ്പൂർ റിപ്പബ്ലിക് സദസ്സ് സംഘടിപ്പിച്ചു. പ്രമോദ് ഒഴിഞ്ഞവളപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം അതിയാമ്പൂർ റിപ്പബ്ലിക് സദസ്സ് സംഘടിപ്പിച്ചു. പ്രമോദ് ഒഴിഞ്ഞവളപ്പ് ഉദ്ഘാടനം ചെയ്തു. വ്യക്തിബോധവും പൊതുബോധമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ആരുടെയൊക്കെ ചിന്തകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജീവിതശൈലിയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തൊരവസ്ഥ, തൊട്ട അയൽവക്കത്താൽ നിൽക്കുന്നൊരവസ്ഥ, തൊട്ട അയൽവക്കത്ത് ധാരാളം താമസിക്കുന്നത് എന്ന് അറിയാത്തൊരവസ്ഥ അല്ലെ. എന്താ പറയുക, തന്റെ മതത്തിന് അപ്പുറം നമുക്ക് സംഭവിക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹം പോലും ഇല്ലാത്ത അവസ്ഥ. അവനായി അവന്റെ ജീവിതമായി, അല്ലെങ്കിൽ ഞാനായി എന്റെ കുടുംബമായി എന്ന രീതിയിൽ നിന്ന് എന്നിലേക്ക് അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ സംസാരിച്ചു. കെ പ്രസേനൻ, ഗോപാലൻ അതിയാമ്പൂർ എന്നിവർ ചർച്ചയിൽ സംബന്ധിച്ചു. സി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. എ കെ ആൽബർട്ട് സ്വാഗതവും വി ഗോപി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ഞടുക്കം തുളൂർവനം ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കിഴക്കുങ്കര എളയടത്ത് കുതിര് പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം പൂക്കാർ സംഘം യാത്ര തിരിച്ചു. ദീപാരാധനയ്ക്കു ശേഷമാണ് സംഘം യാത്ര തിരിച്ചത്. കിഴക്കൂലം എന്നറിയപ്പെടുന്ന പാണത്തൂർ മഞ്ഞടുക്കം തുളൂർവനം ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കിഴക്കുങ്കര എളയടത്ത് കുതിര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം പൂക്കാർ സംഘം യാത്ര തിരിച്ചു. ഐതിഹ്യവും വിശ്വാസവും പാരമ്പര്യത്തിന്റെ പുരാവൃത്തം കൊണ്ട് സമ്പന്നമായ ഒരു ദേശത്തിന്റെ ഉത്സവ ചടങ്ങിലേക്ക് പച്ചയോല കൊണ്ട് മെടഞ്ഞ കൊട്ടയിൽ നിറയെ ചെക്കിപ്പൂ നിറച്ച് പ്രത്യേകം നിയോഗിക്കപ്പെട്ട ബാല്യക്കാരൻ തലയിലേന്തി ആചാരസ്ഥാനികരും കൂട്ടായിക്കാരും ബാല്യക്കാരും അടങ്ങുന്ന സംഘം വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം യാത്ര തിരിച്ചു. 60 കിലോമീറ്ററോളം ദൂരം പരമ്പരാഗത ഉൾപാതയിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്ന സംഘം ആചാരപരമായ ഉപചാരം ഏറ്റുവാങ്ങും. രാത്രി കള്ളാർ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് തങ്ങിയ സംഘം ഉച്ചയ്ക്ക് പാണത്തൂർ കാട്ടൂർ തറവാട്ടിലെത്തും. അവിടെ വിളക്കും തളികയുമായി എതിരേൽക്കും. മുന്നായിരി ഈശ്വരന്റെ ചൈതന്യം പൂക്കോട്ടയിൽ കുടികൊള്ളുന്നതിനാലാണ് പൂക്കോട്ടയെ ഇത്തരത്തിൽ എതിരേൽക്കുന്നത്. പാണത്തൂർ മഞ്ഞടുക്കം തുളൂർവനം ക്ഷേത്രത്തിലേക്ക് കളിയാട്ടവുമായി ബന്ധപ്പെട്ട് കിഴക്കങ്കര എളയടത്ത് കുതിര ദേവസ്ഥാനത്തിലെ സ്ഥാനികരും അതുപോലെ അവകാശികളും പ്രത്യേകം നിയോഗിച്ച ബാല്യക്കാരും പൂക്കൂട്ടമായി ഇന്ന് ദീപം വെച്ച ശേഷം പുറപ്പെടുകയാണ്. ഏകദേശം 60 കിലോമീറ്ററോളം പരമ്പരാഗത പാതയിലൂടെ നടന്നു പോകേണ്ടതുണ്ട്. ഇന്ന് രാത്രി കള്ളാറ് ശ്രീ വയനാട് ദേവസ്ഥാനത്ത് തങ്ങിയ ശേഷം നാളെ വൈകുന്നേരത്തോടു കൂടി പാണത്തൂർ മഞ്ചടും ക്ഷേത്രത്തിൻ്റെ തറവാടുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുകയും അവിടെ നിന്ന് അവിടുത്തെ മുതിർന്ന അംഗം ഈ പൂക്കൂട്ടയെ ദീപവും തിരിയുമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ഐതിഹ്യത്തിൽ പറയാനുള്ളത് ഇവിടെ നിന്ന് പോകുന്ന പൂക്കോട്ടയിൽ 3 ലക്ഷം കുടികൊള്ളുന്നു എന്നാണ്. അതിനുശേഷം സന്ധ്യയോടുകൂടി ക്ഷേത്രത്തിലെത്തും. അതിനുശേഷം ഈ 4 ദിവസം ഉത്സവത്തിന് ശേഷം 24-ാം തീയതി ക്ഷേത്രസ്ഥാനികരും അതുപോലെ സ്ഥാനികരും അവകാശികളും തിരിച്ച് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തുകയാണ് പതിവായിട്ടുള്ളത്. സന്ധ്യയോടുകൂടി സംഘം മഞ്ഞടുക്കം കോവിലകം തുളൂർവനം ഭഗവതി ക്ഷേത്രത്തിലെത്തും. 6ാം കളിയാട്ട നാളിൽ നടക്കുന്ന കലശത്തിന് അലങ്കരിക്കാനും മറ്റ് ആചാരപരമായ ചടങ്ങുകൾക്കും കൊണ്ടുപോയ പൂക്കൾ ഉപയോഗിക്കും. 6ാം കളിയാട്ട നാളിൽ നടക്കുന്ന കലശത്തിന് അലങ്കരിക്കാനും മറ്റ് ആചാരപരമായ ചടങ്ങുകൾക്കും കൊണ്ടുപോയ പൂക്കൾ ഉപയോഗിക്കും. സുനിൽ നെല്ലിക്കാട്ടാണ് പൂക്കോട്ട തലയിലേന്തി നടക്കുന്നത്. ഉത്സവ സമാപനത്തിന് ശേഷം ഫെബ്രുവരി 24-ന് സംഘം കിഴക്കുങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് തിരിച്ചെത്തും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് തൂങ്ങി മരിച്ചു. കാഞ്ഞങ്ങാട് കടപ്പുറം ബാവാനഗർ ഇല്യാസിലെ ഇബ്രാഹിമിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുക്ക് ചെയ്ത കാർ ലഭിച്ചില്ല. ഉപഭോക്തൃ കോടതിയിൽ നൽകിയ പരാതിയിൽ കാസർഗോഡ് സ്വദേശിക്ക് 29.10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉപഭോക്തൃ കോടതി വിധി. കാസർഗോഡ് കോടതിക്ക് 25 കോടി രൂപ ചിലവിൽ ബഹുനില കെട്ടിടമൊരുങ്ങുന്നു. 6 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. സൗത്ത് ഏഷ്യൻ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ശ്രേയയ്ക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. തങ്കയമുക്കിൽ നിന്ന് ഘോഷയാത്രയോടെയാണ് ടൗണിലേക്ക് സ്വീകരിച്ചത്. അരവത്ത് മട്ടേങ്ങാനം പൂബാണംകുഴി ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം 22 മുതൽ 27 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. മേൽപ്പാര കിഴക്കേക്കര ശ്രീ കനകത്തൂർ വയനാട്ടുകുലവൻ ദേവസ്ഥാന പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവത്തിനും തുടക്കമായി. വിവിധ ധാർമ്മിക കലാസാംസ്കാരിക പരിപാടികളോടെ 7 ദിവസങ്ങളിലായാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.